ഇടുക്കി ഉടമ്പന്നൂരിൽ മകനെ മദ്യലഹരിയിൽ ക്രൂരമായി ആക്രമിച്ച അച്ഛനെ പോലീസ് പിടികൂടി. ഉടമ്പന്നൂർ സ്വദേശി നജീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 15 വയസ്സുള്ള കുട്ടിക്കാണ് നജീബിന്റെ മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റത്. മദ്യപിച്ച് വീട്ടിലെത്തിയ നജീബ് യാതൊരു പ്രകോപനവുമില്ലാതെ മകനെ ഞായറാഴ്ച രാത്രി മർദ്ദിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന വടിയും കസേരയും ഉപയോഗിച്ചായിരുന്നു നജീബിന്റെ ആക്രമണം. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ കുട്ടിയെ പിന്നീട് തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ തന്നെ നജീബിനെ കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് ഉമ്മച്ചി അപ്പുറത്തേക്ക് പോയി തന്നിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇറങ്ങി റോഡിലേക്ക് ഓടി. കുറേ നേരം കഴിഞ്ഞ് പോലീസ് വന്നു, വീട്ടിലേക്ക് കയറി. എന്നിട്ട് പോലീസുകാർ വന്ന് എന്തൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. കസേരയും വടിയും കൊണ്ട് മദ്യപിച്ച് സ്ഥിരമായി വീട്ടിൽ ബഹളമുണ്ടാക്കുന്ന ആളാണ് നജീബെന്ന് പോലീസ് പറഞ്ഞു. വീടിന് പുറത്ത് അനുവാദമില്ലാതെ ഇറങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുട്ടിക്ക് നേരെയുള്ള ആക്രമണം. ദേഹമാസകലം മർദ്ദനമേറ്റ കുട്ടിയും അമ്മയും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് കൊച്ചിനെ കുതിര അടി കൊടുത്തു. കൈക്കെട്ടും തലക്കെട്ടൊക്കെ കൊടുത്തു. തലക്കെട്ട് കൊടുത്തപ്പോഴത്തേക്കും ഞാൻ കൈ കൊണ്ട് തട്ടി മാറ്റി കൊച്ചിൻ്റെ കൈക്കെട്ടെല്ലാം കൊടുത്തു. ചോര വന്നു. അപ്പോൾ അപ്പുറം ഇത്ത ഉണ്ടായിരുന്നു. ആ ഇത്തയുടെ അടുത്ത് ചെന്ന് പറഞ്ഞാണെന്നാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു. എടുത്ത് ഞാൻ പറഞ്ഞു കൊച്ചിനോട് ഓടിപ്പോക്കോളാൻ. കൊച്ചു മതിരി അടി റോഡിലേക്ക് ഓടിപ്പോയി. മദ്യലഹരിയിലാണ് നജീബ് അതിക്രമം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നജീബിനെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് കരിമണ്ണൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചൈൽഡ് ലൈൻ അധികൃതരും സംഭവത്തിൽ ഇടപെട്ടു. കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. നജീബിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, ഇടുക്കി.